ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൊക്കേഷൻ ചെറുതായിട്ട് നമ്മളൊന്ന് മാറ്റി പിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യണേ. പുറത്ത് ഭയങ്കര ശബ്ദം. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ശബ്ദം, പുറത്ത് ഔട്ട്ഡോർ ശബ്ദമില്ലാതെ ഉള്ളിൽ ശബ്ദം നന്നായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളിലിരുന്ന്, കാറിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ iPhone 12 Pro ഇതിൻ്റെ ഒരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ അൺബോക്സിങ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഒന്ന് ചെറിയൊരു റിവ്യൂ അല്ല ഞാനിപ്പോൾ കണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പോയി അൺബോക്സിങ് കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, ഇതാണ് iPhone 12 Pro. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമുക്ക് കാണാം. അപ്പോൾ ഈ ഫോൺ നമുക്ക് പതിയെ ഒന്ന് എടുക്കാം. ഞാൻ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്തിരുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ മീതത്തെ സ്റ്റിക്കർ നമുക്ക് ആദ്യം അഴിക്കാം. ഞാൻ ഒരു പ്രാവശ്യം അയച്ചതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി. ഞാനിത് ഓൾറെഡി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആപ്പിൾ ID ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഫോണാണ്. ഞാനെല്ലാം സെറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇത് iPhone 12 Pro 512 GB ഫോണാണ്. അപ്പോൾ ഫോൺ ഓടിക്കട്ടെ. നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഫോൺ ഓടിക്കട്ടെ കേട്ടോ. ബോക്സിൽ പിന്നെ വരുന്നത് ഈ കേബിളാണ്. ഇത് പേപ്പറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഊരിയെടുത്തു. പിന്നെ വരുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂസർ മാനുവൽ സംഭവമാണ്. ആപ്പിൾ ഗൈസ്, ഇങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, ഒരു സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സിം ഇജക്റ്റിംഗ് ടൂളും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യൂസർ മാനുവലിൻ്റെ കൂടെ ഉള്ളത്. സ്റ്റിക്കർ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫോൺ എടുത്തിട്ട് നോക്കാം. ഈ സംഭവം ഇതിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഫോണിന് ഈ ഒരു കേസാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു കേസാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ തന്നെ നമ്മുടെ ഫോണ് കുറച്ചും കൂടി ഒരു പിടിക്കാനൊരു സുഖം കിട്ടും. ഫോൺ നമുക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ അടുത്ത് വെച്ചാൽ തന്നെ ഈ സൈസ് ഡിഫറൻസ് കണ്ട, ഇത്രയും ഭാഗം ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജർ കിട്ടുന്നില്ല, ഈ കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാർജർ ഇത് ഏകദേശം ഒരു 35 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. അപ്പോൾ ഇത് C2 ലൈറ്റ്നിങ് ആണ്. അപ്പോൾ ഇത് C-Type 2 ലൈറ്റ്നിങ് ആണ് നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചാണ് ഇതും C ഔട്ട് തന്നെയാണ്. അപ്പോൾ ഈ C ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ലൈറ്റ്നിങ് വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് C2 ലൈറ്റ്നിങ് ആണ് കേബിൾ വരുന്നത്. അപ്പോൾ ഈ കേബിൾ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ ലാപ്ടോപ്പ് കുത്താൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറൊരു ചാർജറും കൂടി മേടിച്ചിട്ടുണ്ട്. ചാർജറല്ല, കേബിൾ. ഇത് 20 വാട്ടിൻ്റെ ഒരു ചാർജർ എന്തോ സംഭവമാണ്. നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, കണ്ട USB ടൈപ്പ് വേണം ലൈറ്റ്നിങ് ഫോണിന് കുത്താൻ. കണ്ട, ഈ ഒരു കേബിളാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം വീഡിയോസും സംഭവങ്ങളൊക്കെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ ഇല്ലാണ്ട് ബ്ലൂടൂത്ത് വൈഫൈ വഴി ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ഈ ഒരു കേബിളാണ്. കമ്പനിയൊന്നും നോക്കിയില്ല, ഞാൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനല്ലേ കിട്ടിയൊരു കേബിൾ മേടിച്ചു. 1 മീറ്ററിൻ്റെ കേബിളാണ്. ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മുടെ അൺബോക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് iPhone 12 പ്രോയാണ്, മാക്സ് അല്ല, പ്രോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ഗ്രാഫൈറ്റ് കളറിലാണ്, കണ്ട, ഗ്രാഫൈറ്റ് ഒരു കളറിലുള്ളൊരു നമ്മുടെ iPhone 12 പ്രോയാണ്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് iOS 18 ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള iOS 18.2 നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 18.1 ആണ് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ്. 2 ചെയ്തിട്ടില്ല. 18.2 വന്നെടുക്കേണ്ട സംഭവം റിലീസാകുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ 18.2 റിലീസായതുകൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇതിനകത്ത് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 16 മോഡലുകളിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ പോസ് ചെയ്യാനായിട്ടോ വീഡിയോ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പോസ് ചെയ്യാനായിട്ടോ ഉള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറെ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിടാം.
ഓക്കെ കണ്ട നോട്ടിഫിക്കേഷൻ പാനലിലും ചെറിയ ഇതുകളും നമുക്ക് കുറേ ഫീച്ചേഴ്സും സംഭവങ്ങളും പുതിയതായിട്ട് നമ്മുടെ 16 ഫീച്ചേഴ്സും നമുക്ക് ഈ 12ഉം ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്തും അപ്ഡേറ്റിലൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ആപ്പിളിൻ്റെ തന്നെ A14 ബയോണിക് ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫോമൻസും സംഭവങ്ങളൊക്കെ ആപ്പിളിൻ്റെ തന്നെ ചിപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഫോണുകളിൽ ആപ്പിളിൻ്റെ തന്നെ ചിപ്പാണ് വരുന്നത്. എന്നാലും ഞാൻ ഇതിനകത്ത് ഒരു ചിപ്പ് ഏതാണെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. 4 കോർ ഗ്രാഫിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ട് കാണാൻ പറ്റും. അത് മെമ്മറി കാർഡ് ഇടാനുള്ളതല്ല, ഇത് സിം ഇടാനായിട്ട് ഇവിടെ സൈഡിലായിട്ടൊരു പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല ഈ ഫോണുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റോറേജ് ഉള്ള ഫോൺ മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, അതും ചെയ്യണവർക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി കമ്പനി വരുന്നത് മെമ്മറി കാർഡ് ഇടാനുള്ള സ്പോട്ടില്ല, അത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്ത് സിം ഇടണ ഇവിടെ ഈ സിം ഇജക്ടറും നമുക്ക് ഈ ബോക്സിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് സിം ഇടുന്നത്. 5G സപ്പോർട്ട് ചെയ്യണ ഒരു ഫോണാണ്. ഈ 12 മുതലാണ് ഏകദേശം 5G സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജ് വരുന്നത് 512 GB സ്റ്റോറേജാണ് വരുന്നത്. 6 GB റാമും 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇവിടെ തന്നെയായിട്ട് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് 3 ക്യാമറകൾ കാണാൻ പറ്റും. പ്രോ മാക്സ് മോഡലുകളിൽ മാത്രമേ ഈ ട്രിപ്പിൾ ക്യാമറ വരുന്നുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ 2 ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റിൻ്റെ തന്നെ ടോർച്ച് ലൈറ്റിൽ തന്നെ ഡ്യുവൽ ഫ്ലാഷ് ലൈറ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ വൈഡും അൾട്രാ വൈഡും ഓരോ 3 ക്യാമറകൾ നമുക്ക് വരുന്നതാണ് പോർട്രേറ്റ് ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു മൈക്കിൻ്റെ ഒരു ചെറിയൊരു ഹോളും കൂടി കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ലൈഡർ സ്കാനർ എന്ന് പറയുന്ന ഒരു ലൈഡർ സെൻസർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പകലും രാത്രിയും നല്ല ഡെപ്തിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. രാത്രിയൊക്കെ പകൽ പോലെയാക്കി നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു പ്രത്യേകത ഈ ലൈഡർ സ്കാനർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 4K 60 FPS വരെ നമുക്ക് ഈ ഫോണിൽ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 1080 240 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ HDR നമുക്ക് കളർ വിഷൻ, ഡോൾബി വിഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. സ്ലോ മോഷനൊക്കെ നമുക്ക് 1080p നല്ല സ്മൂത്തായിട്ട് 240 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 240 എന്ന് പറയുന്നത് തന്നെ നല്ലൊരു FPS ഉണ്ട്. നമുക്ക് നന്നായിട്ട് സ്ലോ മോഷനിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് HDR തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. 4K സപ്പോർട്ട് ചെയ്യും. 1080p നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 60 FPS 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് റെക്കോർഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ ഇവിടുത്തെ സ്പീക്കറിൽ നമുക്ക് ഒരേപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇയർഫോൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും നമ്മളിപ്പോൾ ഫോണിൽ വെച്ച് ഇവിടെ സംസാരിക്കണതാണെങ്കിൽ കറക്റ്റ് ഈ ഇയറിലും ഇവിടെ ആണെങ്കിൽ ഈ CVയിലും അങ്ങനെ മാറി മാറി നമുക്ക് സ്വിച്ച് ചെയ്ത് 2 സൈഡിലുള്ള സൗണ്ടും റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ കാണാം. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയത്തിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു മ്യൂട്ട് സ്വിച്ചും വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോഴത്തെ മോഡലുകളിലൊക്കെ സ്വിച്ചാണ് വരുന്നത്. ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സ്വിച്ച് പോലത്തെ പുഷ് ബട്ടൺ അല്ല, മറ്റേതിനകത്ത് ഇപ്പോൾ അങ്ങനെ മോഡലിലൊക്കെ പുഷ് ബട്ടനാണ്. അങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഈ വോളിയത്തിൻ്റെ ബട്ടൺ പോലെ തന്നെ നമുക്കിങ്ങനെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ മ്യൂട്ട് ആവുന്നതാണ്. ഇതിനകത്താണെങ്കിൽ നമ്മളിതിങ്ങനെ വെറുതെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ റെഡ് കാണിക്കുന്നത് കാണാൻ പറ്റും. റെഡ് ആണെന്നുണ്ടെങ്കിൽ മ്യൂട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നണം ഇപ്പോൾ ഉള്ള മോഡലുകളിൽ ഈ സ്വിച്ചിനേക്കാൾ ഇങ്ങനെ ഞെക്കണ പുഷ് സ്വിച്ചിനേക്കാൾ നല്ലത് ഇത് തന്നെ വരുന്നതായിരുന്നു നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മ്യൂട്ടണോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം തട്ടിയിട്ട് ഈ റെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ടാണെന്ന് മനസ്സിലാവും. പിന്നെ ഈ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞെക്കി നോക്കി പെട്ടെന്ന് നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ നോക്കിയാൽ നമുക്ക് മ്യൂട്ടാന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഐഫോണിൽ ഈ ഹെഡ്ഫോൺ ജാക്ക് കുത്താൻ പറ്റാതെ തന്നെ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ വയർലെസ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് അടിയിലായിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഹോളുകൾ വന്നിരിക്കുന്നത്.
ഈ അടിയിലായിട്ട് തന്നെയാണ് നമ്മുടെ ചാർജിങ്ങിൻ്റെ പോർട്ട് വന്നിരിക്കുന്നത്. ഇത് ലൈറ്റ്നിങ് ചാർജറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ 15 വാട്ട് മെഗാ സേഫിൻ്റെ വയർലെസ് ചാർജിങ്ങും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ്നിങ്ങും വഴി ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചാൽ വയർലെസ് ചാർജറിൽ തന്നെ ചാർജ് കയറിക്കോളും നമ്മുടെ ഈ ഫോണിൽ. പിന്നെ നമുക്കിവിടെ ഓരോ കട്ടുകൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ വയർലെസ് ആൻറ്റിന ഓരോ കട്ടുകളാണ് നമുക്കിവിടെ ആയിട്ട് ഓരോ സൈഡിൽ ആൻറ്റിനകളൊക്കെ ആയിട്ട് കാണുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിന് ഞാനൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് റേഡിയോ അവൈലബിൾ അല്ല. പിന്നെ NFC നമ്മുടെ സപ്പോർട്ടാണ്. നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് പേ ചെയ്യാനും പൈസ ഒക്കെ അടയ്ക്കാൻ നമ്മുടെ കാർഡുകളൊക്കെ ഇതിനകത്ത് കയറ്റിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ടാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടാപ്പ് ആൻഡ് പേ ഇത് നമുക്ക് ഈ ഫീച്ചർ ഇതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ MAH നോക്കുകയാണെങ്കിൽ 2815 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫോണുകളിൽ 4000 mAh ഉള്ളപ്പോൾ ഇതിനകത്ത് 2000 mAh എനിക്ക് കുറവ് പോലെ തോന്നണേ. ഞാനിത് ഫുൾ ഡേ യൂസ് ചെയ്ത് നോക്കണം, എന്നാലേ ഇതിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് ഒക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചെറിയൊരു കിട്ടി അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ 2000 mAh എന്ന് പറയുമ്പോൾ നമ്മൾ 5000 mAh പകുതി ഏകദേശം വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ചാർജിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒരു യൂസർ റിവ്യൂ ആയിട്ട് അടുത്ത പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ബോക്സിലായിട്ട് നമുക്ക് സിം ഇഞ്ചക്ടർ ടൂളും പിന്നെ നമുക്ക് ഈ ലൈറ്റ്നിങ് ടു Type-C പോർട്ടും കണക്ട് ചെയ്യാനായിട്ടുള്ള ആ കേബിളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കേബിള് നമ്മൾ ഈ PD ചാർജറോ ഇങ്ങനത്തെ കട്ടായിട്ടുള്ള ചാർജറിന് കുത്തിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് നല്ല പറ്റി തന്നെ യൂസ് ചെയ്യുക. കാരണം ഫോണിന് ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡുകളൊക്കെ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഇതിൻ്റെ പറ്റിയ ചാർജിങ്ങിന് പറ്റിയ കേബിളുകളും ഈ കട്ടകളും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റിക്കറും ആപ്പിളിൻ്റെ ലോഗോ ഉള്ളൊരു സ്റ്റിക്കർ നമുക്ക് ഈ ബോക്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ വൈകാതെ എല്ലാം പഠിക്കുന്നതാണ്. അപ്പോൾ 512 GB സ്റ്റോറേജ് ഉള്ളതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇനി പവറായിട്ട് വരും. കുറേ വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒരു ബിഗ്ഗസ്റ്റ് ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇനി വരാൻ സൂപ്പർ വീഡിയോ വരുന്നതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ സംഭവം പഠിച്ചു വരുന്നുള്ളൂ. എൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഫേസ് ID ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് IDയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഫ്രണ്ടിൽ തന്നെ നമുക്ക് വേറെയും സെൻസറുകൾ വരുന്നുണ്ട്. ഫേസ് ID സെൻസറും പിന്നെ ബയോമെട്രിക് സ്കാൻ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കോമ്പസൊക്കെ ഇതിനകത്ത് കിട്ടുന്നതാണ്. നമ്മുടെ ഹൈറ്റൊക്കെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈറ്റ് നോക്കാനുള്ള ഓപ്ഷനുകളും കോമ്പസ് തുടങ്ങിയ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ എനിക്കിപ്പോൾ അധികം കുറേ ഒന്നും നോക്കി ഉപയോഗിച്ച് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഗ്രാഫൈറ്റ് കളറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ യൂസർ റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ iPhone 12 Proയുടെ ഈ വീഡിയോ അൺബോക്സിങ് സ്പെസിഫിക്കേഷൻ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്. കണ്ണടയ്ക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്, ബൈ. ഭയങ്കര ചൂടാണ്. കാറിനുള്ളിലായതുകൊണ്ട് വേർത്ത് കുളിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ കേസിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഒരു ക്ലിയർ ഗ്ലാസ് കേസാണിത്. അപ്പോൾ ഇതുമേ ഈ റൗണ്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിന് വേണ്ട ഒരു എക്യുപ്മെൻ്റ് ഒരു മാഗ്നറ്റിക് സംഭവം ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അതെനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നത്. അപ്പോൾ തുടച്ചിട്ട് ഇങ്ങനത്തെ ഒരു കേസിൽ ഇടുമ്പോൾ നമുക്ക് ആ ഫിംഗർ പ്രിൻറ്റ്സ് ഒഴിവാക്കാം. കണ്ടോ, ഫിംഗർ പ്രിൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ കേസൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം.